2026 വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32-വിലെ ആദ്യ പോരാട്ടം ചരിത്രം കുറിക്കാനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയും ആതിഥേയരായ കാനഡയും തമ്മിലായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ പിറന്നത് ലോക ചരിത്രം തന്നെയാണ്. ആദ്യമായി സൗത്ത് ആഫ്രിക്കയും കാനഡയും വേൾഡ് കപ്പിൻ്റെ ഏറ്റവും മികച്ച റൗണ്ടിലേക്ക് കുതിപ്പ് നടത്താനൊരുങ്ങിയ മത്സരം ഇരു ടീമുകളും ബലാബലമായാണ് തുടങ്ങിയത്. പന്തടക്കത്തിലും ഷോട്ട് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിലും പൊസിഷനിലുമെല്ലാം ഇരു ടീമുകളും കളി മാറി മാറി നിയന്ത്രിച്ചു. ഒടുക്കം മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ആതിഥേയരായ കാനഡ ഇതാ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. മത്സരം അവസാനിക്കുമ്പോൾ ഷോട്ടും ഷോട്ട് ഓൺ ടാർഗറ്റുമെല്ലാം കാനഡയ്ക്ക് സ്വന്തം. 14 ഷോട്ടുകളാണ് കാനഡ ഉതിർത്തത്, 7 ഓൺ ടാർഗറ്റുകൾ. എന്നാൽ പൊസിഷൻ്റെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു മുന്നിൽ, പാസുകളും സൗത്ത് ആഫ്രിക്കയുടെ പക്കൽ. എന്നാൽ മത്സരത്തിൻ്റെ 93-ാം മിനിറ്റ്, മത്സരം അവസാനിക്കാൻ ടൈം ക്ലോക്കിൽ മിനിറ്റുകൾ മാത്രം ബാക്കി കാനഡയ്ക്കായി അവരുടെ സൂപ്പർ താരം എസ്റ്റാക്യുയെ 92-ാം മിനിറ്റിൽ ഗോൾ വല ചലിപ്പിക്കുന്നു. ചരിത്രത്തിലാദ്യമായി കാനഡ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16-ലേക്ക് മുന്നേറി. ആതിഥേയരായ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര മുഹൂർത്തമാണ്. താങ്കളുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാനഡ മുന്നേറുകയാണ്. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചരിത്ര നിമിഷം അവർ കുറിച്ചിരുന്നു. ഖത്തറിനെതിരെ 6-0 തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കക്കെതിരെ മത്സരത്തിൻ്റെ അവസാന നിമിഷം ഗോളുമായി അവർ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. വരുന്ന ദിവസം നടക്കുന്ന നെതർലാൻഡ് മൊറോക്കോ മത്സരത്തിലെ വിജയികളാവും റൗണ്ട് ഓഫ് 16-ൽ കാനഡയെ കാത്തിരിക്കുന്നത്. ഇനി റൗണ്ട് ഓഫ് 16-ഉം കടന്ന് മുന്നേറാൻ കാനഡക്കാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.